ഇതെന്ന് പറയുമ്പോൾ നമ്മൾ റിസപ്ഷനിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഗ്രീറ്റ് ചെയ്യാനും വെൽക്കം ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന റോബോട്ടാണ്. വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് റോബോട്ടിക്സ് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ്, ബേസിക് ടു അഡ്വാൻസ് വരെ റോബോട്ടിക്സിന്റെ എല്ലാ ക്ലാസ്സസും പഠിക്കാൻ പറ്റുന്ന റോബോട്ടാണിത്. സോ നമുക്ക് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ള ഒരു ലേണിംഗ് റോബോട്ടാണ്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ അടിയിൽ ഒരു സെൻസർ ഉണ്ട്. ഈ സെൻസർ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഓരോ ആക്ടിവിറ്റി കാർഡുകൾ. ഈ ആക്ടിവിറ്റി കാർഡിൽ തുറന്ന് സെൻസ് ചെയ്തിട്ട് ഇവർക്ക് അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കും. ആദ്യം നമ്മള് പവർ വരുന്നത് ഈ ബാറ്ററിന്നാണ്. ഇത് റീചാർജബിൾ ബാറ്ററിയാ. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് കോപ്പി എന്ന് പറഞ്ഞ സാധനം കണക്ട് ചെയ്യണം. കോപ്പി എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പവറിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ദെൻ ഇതിന്റെ പേര് സാൻഡ് ബോട്ട് എന്നാണ്. സാൻഡ് ബോട്ട് ഒരു ചൈനീസ് കമ്പനി മെയ്ഡ് ചെയ്തതാണ്. പിന്നെ നമുക്ക് ഈ സാൻഡ് ബോട്ടിന് നമ്മൾ റിസപ്ഷനിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ആൾക്കാർക്ക് ഇതെന്താണെന്ന് വെച്ചാൽ ഓർഡർ ചെയ്യും. അത് നേരെ ഡയറക്റ്റ് ആയിട്ട് കിച്ചണിലേക്ക് പോവുകയും ചെയ്യും. പിന്നെ നമുക്ക് അവിടുന്ന് ഫുഡ് ടേബിളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യാൻ പറ്റിയ റോബോട്ട് കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ കാണാം. സാധനങ്ങളൊക്കെ എടുക്കുന്ന ടൈപ്പ് റോബോട്ട്. അതായത് ഇപ്പം മാർസിലൊക്കെ ചന്ദ്രനിലൊക്കെ ആണെങ്കിലും ആ ചന്ദ്രനിലൊക്കെ വെള്ളത്തിന്റെ സേവനം എന്തെങ്കിലും ക്യാമറ വിഷൻസില്ല അന്യഗ്രഹ ജീവികളൊക്കെ. ഹലോ, നമുക്ക് റോബോട്ടിന്റെ കൂടെ ഡാൻസ് റോബോട്ടിന്റെ കൂടെ ഡാൻസ് ചെയ്താലോ? ഡാൻസ് ചെയ്യണം റോബോട്ടിന്റെ കൂടെ. ഏതാ ഇലുമിനാറ്റി മതിയാ പാട്ട്?
വന്ന ഇൻവെർട്ടർ കൂടെ ഏകദേശം ഉണ്ടായിരിക്കുന്നതല്ല. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ റിസപ്ഷനിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഗ്രീറ്റ് ചെയ്യാനും വെൽക്കം ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന റോബോട്ടാണ്. ദിസ് ഈസ് ഹൗ ഇറ്റ് വർക്ക്സ്. ഇതാണ് അതിൻ്റെ മെക്കാനിസം. ഇത് വോയിസ് കമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രണ്ടിലൊരു ക്യാമറയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാറിന്റെ ഒരു മിനിയേച്ചറാ വരുന്നത്. നമുക്ക് ഈ ജസ്റ്റ് ആ ടോയ്സിനകത്തൊക്കെ വരുന്നത് കുറെ വയേഴ്സ് ഒക്കെ കണക്ട് ചെയ്തിട്ട് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് പാടായിരിക്കും. അപ്പം ജസ്റ്റ് ഇതിനകത്ത് ഈ ബ്ലോക്സ് എന്ന് പറയും, ഇത് ഇങ്ങനെ കണക്ട് ചെയ്താൽ മാത്രം മതി. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യണം. ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ആദ്യം നമ്മള് പവർ വരുന്നത് ഈ ബാറ്ററിന്നാണ്. ഇത് റീചാർജബിൾ ബാറ്ററിയാ. ഇതിങ്ങനെ എടുത്തിട്ട് ഇതിനകത്ത് കോപ്പി എന്ന് പറഞ്ഞ സാധനം കണക്ട് ചെയ്യണം. കോപ്പി എന്തിനാ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത്
പവറിനെ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട്. ദെൻ ഇതിനകത്തുനിന്ന് ഇനിയിപ്പം ഇത് ബോ മോട്ടറാണ്. മോട്ടർ ഇങ്ങനെ കണക്ട് ചെയ്യും. ഇതിപ്പോ റൊട്ടേറ്റ് ചെയ്യുക. ഒരെണ്ണം ക്ലോക്ക് വൈസും മറ്റേത് ആന്റി ക്ലോക്ക് വൈസും. എന്നിട്ട് ഇത് നേരെയാക്കാനായിട്ട് നമ്മൾ നോട്ട് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇൻവേർട്ടർ എന്ന് പറയും. ഇതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് ഇതാക്കുമ്പോ സെയിം ഡയറക്ഷനിൽ വരും. ഒരു തേർഡ് സ്റ്റാൻഡേർഡ് മുതലുള്ള കുട്ടികൾക്ക് ഇലക്ട്രോണിക്സിനെ കുറിച്ച് പഠിക്കാനും അങ്ങനെ. കൊടുത്തോ 1 2 3 പോവാൻ പറഞ്ഞോ. ഹായ് കേട്ടോ. ഇപ്പൊ റോബോ പറയും നമ്മള് ബ്രിഡ്ജാലിന്റെ അടുത്ത് എത്തി, ബ്രിഡ്ജാലിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു തരും കേട്ടോ. അങ്ങനെ കളിക്കുന്ന ഒരു റോബോയാണിത്. ഇഷ്ടമായോ റോബോന്? ലാപ്ടോപ്പിൽ കൺട്രോൾ ചെയ്യുന്നത് കോഡിങ് അതെങ്ങനെ നിങ്ങള് കുട്ടിയൊക്കെ ആണെങ്കിൽ സ്ക്രാച്ച് കൊടുക്കും. Both are same. For this time is now എവിടെയുള്ള ഓഫീസ്? ഇത് 3 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കുള്ള ഒരു ലേണിംഗ് റോബോട്ടാണ്. ഇതെന്ന് പറയുന്നത് ഇതിന്റെ അടിയിൽ ഒരു സെൻസർ ഉണ്ട്. ഈ സെൻസർ ഇതിന്റെ കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഓരോ ആക്ടിവിറ്റി കാർഡുകൾ. ഈ ആക്ടിവിറ്റി കാർഡിൽ ഓരോന്ന് സെൻസ് ചെയ്തിട്ട് ഇവർക്ക് അതെന്താണെന്ന് പറഞ്ഞു കൊടുക്കും. നമ്മൾക്കിപ്പോ എക്സാമ്പിൾ അല്പസമയത്തിനുള്ളിൽ നമ്മുടെ റോബോ ബോൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്.
നമ്മുടെ റോബോട്ട്സ് ഒക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുക. ഇനിയും ആരെങ്കിലും ഒക്കെ വേറെ ഇതിനടിയിലൊരു സെൻസർ ഉണ്ട്. അത് സെൻസ് ചെയ്തിട്ട് എന്താണ് പറഞ്ഞോളൂ. അപ്പൊ ചെറിയ കുട്ടികളാവുമ്പോ കണ്ടു കേട്ട് പഠിച്ചു വരുന്ന സമയമാണ്. അപ്പൊ അവർക്ക് ഇത് എന്താന്ന് ഇന്ന് കളിക്കുകയും ചെയ്യാം, അവർക്ക് അതിനും കൂടെ പറഞ്ഞു കൊടുത്ത് പഠിക്കുകയും ചെയ്യും. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണിത്. വിൻസി ബോട്ട് എന്ന പേര്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിലാണ് കോഡിങ് പഠിപ്പിക്കാൻ വേണ്ടിയുള്ളതാണ്. നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഇവർക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പല പ്രോഗ്രാം വെക്കാൻ പറ്റും. ഇത് പ്രീ കോഡഡ് ആണ്. ഇതിലവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇതിന്റെ പ്രോഗ്രാം ഇവർക്ക് തന്നെ പ്രോഗ്രാമിങ്ങിന് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾക്ക് വേണ്ടി വിൻസി ബോട്ട്. ഗെയിമിംഗ് പർപ്പസ് മാത്രമല്ല, കുട്ടികൾക്കുള്ള എഡ്യൂക്കേഷനുള്ള പർപ്പസാണ്. ബിഗിനേഴ്സിന് എങ്ങനെ റോബോട്ടിക്സിൽ ഇൻട്രസ്റ്റുള്ള പിള്ളേർക്ക് എങ്ങനെ തുടങ്ങാം, അതിൽ നിന്നുള്ള തുടക്കം മാത്രമാണ്. ഇപ്പം ഇത് ഏറ്റവും ബേസ് മോഡലാണ് വരുന്നത്. നിങ്ങളുടെ സോക്കർ ഗെയിം ഒക്കെ ഉണ്ടായിരുന്നു, ഇതിന്റെ ഏറ്റവും ബേസ് ലെവലാണ്. ഇത് നമുക്ക് കുറച്ച് ഇതിന് കിറ്റ് അവൈലബിൾ ആണ്. ഈ കമ്പോണൻസ് ഇട്ടിട്ട് നമ്മൾ ആ ഒരു അഡ്വാൻസ് മോഡലോട് തയ്യാറാക്കിയിരിക്കുന്നത്. മൊബൈൽ ആപ്ലിക്കേഷൻ പറയുന്നത് നമ്മൾ ഇതിന് കൊണ്ടുവന്നേക്കുന്നത് ടിക്ടോക്ക് ബോക്സിന്റെ പ്രോഗ്രാമിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത പിള്ളേർക്കാണെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ജസ്റ്റ് നമുക്കൊരു ഇൻബിൽറ്റ് കമാൻഡ്സ് ഉണ്ട്, ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ്. ഇവിടെ കാണുന്നത് 25 kilograms കാറ്റഗറി നോർമലി കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജ് കുറച്ച് ഫ്ലോയ്സ് പോലെ ഫ്ലിപ്പ് ചെയ്ത് അങ്ങനെയുള്ള 3-5 റൗണ്ട് ഗെയിമാണ് നോർമലി കേരളത്തിൽ റോബോവാസ് എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ നാഷണൽ ലെവലിലും ഇന്റർനാഷണൽ ലെവലിലും പല രീതിയിലുള്ള റോബോവാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. 150 ഗ്രാം മുതൽ 110 കിലോഗ്രാം വരെയുള്ള റോബോവാസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഡിസ്ട്രക്ഷൻ നല്ല ദേഷ്യത്തിലാണ് അങ്ങോട്ടേക്കോ നല്ല വഴക്കുണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് ഇരിക്കുന്നത്. സോ the rules are, you can see this is a boat. ഇത് ഊബോ എന്ന് പറയുന്ന റോബോട്ടാണ്. സോ ബേസിക്കലി ഇതൊരു റോബോട്ടിക്സ് എഡ്യൂക്കേഷണൽ കിറ്റ് ആണ്. കുട്ടികൾക്ക് തന്നെ 7 വയസ്സിന് മുകളിലോട്ടുള്ള കുട്ടികൾക്ക് റോബോട്ടിക്സ് ഫ്രം സ്റ്റാർട്ടിങ് ടു എൻഡിങ്, ബേസിക് ടു അഡ്വാൻസ് വരെ റോബോട്ടിക്സിന്റെ എല്ലാ ക്ലാസ്സസും പഠിക്കാൻ പറ്റുന്ന റോബോട്ടാണിത്. സോ നമുക്കൊരു 40ഓളം പ്രോജക്ട്സ് ഒരു ഒറ്റ കിറ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കിറ്റിന്റെ കൂടെ തന്നെ നമ്മൾ ഇതിന്റെ കോഴ്സസും വീഡിയോ ക്ലാസ്സസും ഡൗട്ട് ക്ലിയറൻസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ one point of 3 റൗണ്ട് ആയിട്ടായിരിക്കും നമ്മൾ ഈ ഒരു ബോൾ നടത്തുന്നത്. ആൻഡ് വി സീ അറ്റ് ദി എൻഡ് ആരാ ജയിക്കാൻ പോകുന്നത്. ട്രയൽ റൗണ്ട് ഓക്കെ. നമുക്ക് ട്രയൽ നടത്താൻ ചെറിയ കൗണ്ട് ഡൗൺ ചെയ്യാം. 3, 2, 1. 3, 2, 1 ഗോ. ആണ് ഓപ്റ്റിമസ് പ്രൈം. ഓക്കെ. ആൻഡ് വെരി ഗുഡ്. നിങ്ങൾ ചിയർ ചെയ്യുന്നോളം നിങ്ങൾ ചിയർ ചെയ്യുന്നതിനനുസരിച്ചായിരിക്കും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. ആർക്കാ പോയിന്റ് കിട്ടിയത്? ഓപ്റ്റിമസ് പ്രൈം. സോ ഓപ്റ്റിമസ് പ്രൈം
തൊടല്ലേ നോൺ ടച്ചാണ്. ഫിസിയോതെറാപ്പി എക്സ്പേർട്ടിനെ എപ്പോഴും നമുക്ക് ആവശ്യമുണ്ട്. നമുക്കത് അവൈലബിൾ ആകുന്ന സമയത്ത് നമ്മൾ ടെക്നോളജി വെക്കും. ഇപ്പം നമ്മളിങ്ങനെ അസിസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ എറർ നമ്മൾ വെക്കുന്ന കറക്റ്റ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ പൊസിഷൻ കറക്റ്റിലാകുമ്പോൾ സ്ട്രെച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള സാധനം പ്രോപ്പർലി ഗൈഡ് ചെയ്യപ്പെടും. ഇതൊക്കെ ഒരു പ്രൊഡക്റ്റിന്റെ പ്രോട്ടോടൈപ്പ് സ്റ്റാർട്ടപ്പിലേക്ക് സ്കെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് പലതും. ഇതാണ് ID കാർഡിന്റെ ഒരു സാധനമാണ്. ID കാർഡ് ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ QR ബേസ്ഡ് അറ്റൻഡൻസ് ചെയ്യുന്ന സാധനങ്ങളാണ്. നമ്മൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നവർക്ക് സപ്പോർട്ടീവ് ആയിട്ട് സാധനമാണ്.